ഇന്ന് വന്ന ഒരു പ്രധാന വാർത്തയായിരുന്നു സാമൂഹ്യക്ഷേമ പെൻഷൻ തട്ടിപ്പ് കേസിൽ 6 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു എന്നുള്ളത്. മണ്ണ് സംരക്ഷണ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കെതിരെയാണ് നടപടി. കൈപ്പറ്റിയ പെൻഷൻ തുക തിരിച്ചുപിടിക്കാനും സർക്കാർ ഉത്തരവിട്ടു. 18% പലിശ സഹിതമാണ് തുക തിരിച്ചുപിടിക്കുക. നല്ല കാര്യം അല്ലേ? പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഈ 6 പേരിൽ ഭൂരിഭാഗവും ചെറിയ ജോലി ചെയ്യുന്നവരാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പാർട്ട് ടൈം സ്വീപ്പർമാരൊക്കെയാണ് നടപടി നേരിടുന്നത്. അപ്പോൾ ഉയരുന്ന ഒരു ചോദ്യമുണ്ടല്ലോ, ലിസ്റ്റിലുള്ള ഗസറ്റഡ് ഓഫീസർമാരൊക്കെ എവിടെ പോയി? വിവിധ വകുപ്പുകളിലെ 1458 ഉദ്യോഗസ്ഥരാണ് അനധികൃതമായി പെൻഷൻ വാങ്ങിയത്. അതിൽ കോളേജ് അധ്യാപകരുണ്ട്, 3 ഹയർ സെക്കൻഡറി അധ്യാപകരുണ്ട്. അവർക്കെതിരെ എന്താ നടപടിയില്ലേ? നമുക്ക് ചോദിക്കാം. ആർ റോഷിപാൽ ചേരുന്നു നമുക്കൊപ്പം. ഗുഡ് ഈവനിങ് ആർ റോഷിപാൽ. വമ്പന്മാരെയൊക്കെ അങ്ങ് മാറ്റി നിർത്തി പേരിനൊരു നടപടി, അതും പാവപ്പെട്ട മനുഷ്യർക്ക് നേരെ മാത്രം, അതും ഏറ്റവും താഴത്തെ ശ്രേണിയിൽ ജോലി ചെയ്യുന്ന ആളുകളെ തെരഞ്ഞു പിടിച്ച ഒരു നടപടി ഒപ്പിക്കുകയാണോ ഇതിലൂടെ? ഗുഡ് ഈവനിങ് സുജയ പാർവതി. ഇതിൽ തുടക്കം മുതൽ തന്നെ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഒരു ആരോപണമുണ്ട്. ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ കൈപ്പറ്റിയ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ അവരുടെ പട്ടിക പൂർണ്ണമായും പുറത്തുവിടണം. അവർ ഇടതുപക്ഷ അനുകൂല യൂണിയനിൽ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് പട്ടിക പുറത്തുവിടാത്തത് എന്ന ആരോപണമാണ് പ്രതിപക്ഷം ഉന്നയിച്ചത്. ഏതായാലും നടപടിയെടുക്കുമെന്ന് സർക്കാർ ഉറപ്പു നൽകുകയുണ്ടായി. നടപടി ഒരു സാധാരണ ഈ കൈപ്പറ്റിയ പെൻഷൻ തുക പലിശ സഹിതം തിരിച്ചുപിടിക്കുന്നതിൽ ഒതുങ്ങില്ല. അച്ചടക്ക നടപടി, അത് വകുപ്പ് തല നടപടി ഉണ്ടാകുമെന്ന ഉറപ്പായിരുന്നു സർക്കാരിൻ്റേത്. അങ്ങനെ വകുപ്പ് തല നടപടിക്ക് തുടക്കമായി. ധനകാര്യ വകുപ്പ് പരിശോധിച്ച് കണ്ടെത്തിയ ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ നിയമവിരുദ്ധമായി കൈപ്പറ്റിയ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ പട്ടിക അതാത് വകുപ്പുകൾക്ക് കൈമാറുകയുണ്ടായി. ആ വകുപ്പുകൾ അതിൻ്റെ തുടർ നടപടി സ്വീകരിച്ചു തുടങ്ങി. ഇപ്പോൾ മണ്ണ് സംരക്ഷണ വകുപ്പിൽ നിന്നുള്ള നടപടിയുടെ വിശദാംശങ്ങളാണ് പുറത്തു വന്നത്. അത് 6 ഉദ്യോഗസ്ഥന്മാർ, അവരാണെങ്കിൽ പാർട്ട് ടൈം സ്വീപ്പർമാരാണ് അതിൽ കൂടുതലും. അതിനപ്പുറത്തേക്ക് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർമാർ വരെ ഇങ്ങനെ സാമൂഹ്യക്ഷേമ പെൻഷൻ കൈപ്പറ്റിയതായി കൃത്യമായ രേഖകൾ അത് ധനകാര്യ വകുപ്പിൻ്റെ കയ്യിലുണ്ട്. പക്ഷേ അവർക്കെതിരെയൊക്കെ എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല എന്ന ചോദ്യമാണ് ഇപ്പോൾ പൊതുമധ്യത്തിൽ നിന്നും ഉയരുന്നത്. കാരണം ഈ നടപടികൾ സാധാരണ ഏറ്റവും താഴെയുള്ള ജീവനക്കാർക്കെതിരെ മാത്രം ഒതുങ്ങുമോ, അവരിൽ നടപടി ഒതുങ്ങുമോ എന്നതാണ്. കാരണം ഈ പെൻഷൻ തുക 18% പലിശ ഉൾപ്പെടെ തിരിച്ചുപിടിക്കുക സ്വാഭാവിക നടപടിക്രമമാണ്. അതിനപ്പുറത്തേക്ക് ഇവർ ചെയ്ത അച്ചടക്ക ലംഘനം വകുപ്പ് തല നടപടിക്ക് വിധേയമാക്കേണ്ടതാണ്. ആ വകുപ്പ് തല നടപടി എന്തുകൊണ്ട് വൈകിപ്പിക്കുന്നു എന്നടക്കമുള്ള ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. പ്രതിപക്ഷം ഇപ്പോൾ തന്നെ അതുമായി ബന്ധപ്പെട്ട് വിമർശനങ്ങൾ ഉയർത്തിക്കഴിഞ്ഞു. തുടക്കം ഏതായാലും മണ്ണ് സംരക്ഷണ വകുപ്പിൽ നിന്നാണ്. ഇനി മറ്റു വകുപ്പുകളിലേക്കും നടപടി നീളാനുള്ള സാധ്യതയുണ്ട്. ഈ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന ധനകാര്യ വകുപ്പ് മന്ത്രി പലവട്ടം പറഞ്ഞതാണ്. പക്ഷേ പണം തിരിച്ചുപിടിക്കാനുള്ള നിർദ്ദേശമാണ് ധനകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് മന്ത്രിസഭാ തീരുമാനമാണ് ഇങ്ങനെ വകുപ്പ് ചട്ടം ലംഘിച്ചു എന്ന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ വകുപ്പ് തല നടപടി തന്നെ ഇവർക്കെതിരെ വേണമെന്നത് അത് സർക്കാർ തന്നെ തീരുമാനിച്ചതാണ്. ആ ഒരു സാഹചര്യത്തിൽ തന്നെ ഇനി മറ്റു വകുപ്പുകളിൽ ഇങ്ങനെ പണം അനധികൃതമായി കൈപ്പറ്റിയവർക്കെതിരെ നടപടി വരുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ അത് വൈകുന്നുണ്ട്. അത് മാത്രവുമല്ല, എന്തുകൊണ്ട് പട്ടിക പുറത്തുവിടുന്നില്ല എന്നൊരു ചോദ്യമുണ്ട്. കാരണം സാമൂഹ്യക്ഷേമ പെൻഷൻ സർക്കാരിന് കൃത്യസമയത്ത് വിതരണം ചെയ്യാൻ ഇപ്പോൾ സാധിക്കുന്നില്ല. വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. അതിനിടയിലാണ് ഇത്രയും പേർ, 1500ഓളം പേർ അനധികൃതമായി ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നു എന്ന കണ്ടെത്തൽ അത് ധനകാര്യ വകുപ്പ് തന്നെ കണ്ടെത്തുകയാണ് ചെയ്തത്. അങ്ങനെ ഒരു കണ്ടെത്തൽ വന്ന ഒരു സാഹചര്യത്തിൽ ഒരു തരത്തിലും വിട്ടുവീഴ്ച വേണ്ട എന്ന നിലപാട് ധനകാര്യ വകുപ്പ് ആദ്യഘട്ടം മുതൽ തന്നെ മന്ത്രി കെ.എൻ. ബാലഗോപാൽ സ്വീകരിച്ചതാണ്. പക്ഷേ ഇപ്പോഴും നടപടി വൈകുന്നു എന്നതാണ് പ്രതിപക്ഷത്തിന് വിമർശനത്തിന് കാരണമാകുന്നു. വ്യക്തമാണ്. ആർ റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്.